ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ പുതിയ വീടിൻ്റെ വിശേഷങ്ങളും ഗൃഹപ്രവേശ ചടങ്ങുകളും ഒക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോ. ജനുവരി 30 വ്യാഴാഴ്ച രാവിലെ ഗൃഹപ്രവേശ ചടങ്ങാണ്. അപ്പോൾ രാവിലെ ഒരു 8:30 കഴിഞ്ഞിട്ടാണ് നമുക്ക് മുഹൂർത്തം കിട്ടിയത്. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളാണ്. ഇനി വീടിനുള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയുള്ള ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. അപ്പോൾ നമുക്ക് ശ്രീ പത്മനാഭ നാരായണീയ ഗ്രൂപ്പുകാരുണ്ടായിരുന്നു നമുക്ക് നാരായണീയം വായിക്കുന്നതിനായിട്ട്. നമ്മുടെ ചടങ്ങിൻ്റെ ആദ്യമെന്ന് പറയുന്നത് ഗണപതി ഹോമം നടത്തിയ അടുത്ത് നിന്നുള്ള ദീപം തെളിയിച്ച് നമ്മൾ വീടിനകത്തേക്ക് കയറുന്നതിനുള്ള ദീപത്തിലേക്ക് ഭദ്രദീപം കൊളുത്തി കയറുക എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമുക്ക് കഥവും കാര്യങ്ങളും ഒക്കെ വർക്ക് ചെയ്ത് നമ്മുടെ ഒരു സുഹൃത്ത് തന്നെയായിരുന്നു വിനു. അദ്ദേഹമാണ് നമുക്ക് ദീപമൊക്കെ തെളിയിച്ച് വീടിനകത്തേക്കുള്ള ദീപം തെളിയിച്ച് കൊണ്ടുവന്ന് നമുക്ക് തരുന്നതും. പിന്നെ അദ്ദേഹമാണ് നമുക്ക് താക്കോൽദാനമൊക്കെ ചെയ്തു തന്നത്. അദ്ദേഹത്തിനൊരു ദക്ഷിണയും വസ്ത്രദാനമൊക്കെ കഴിഞ്ഞ് നമ്മളെ ഉള്ളിലേക്ക് കയറി. മുറത്തിനകത്തിൽ പല വ്യഞ്ജനങ്ങളും പച്ചക്കറികളും അങ്ങനെയുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, പിന്നെ നിറകുംഭം, പിന്നെ നിലവിളക്കും, പിന്നെ ഗൃഹനാഥൻ പണപ്പെട്ടിയുമായിട്ട് കയറുക, അങ്ങനെയുള്ള കുറേ ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. ആ വിളക്ക് കൊണ്ട് നമ്മൾ അടുപ്പിൻ്റെ അടുത്ത് വയ്ക്കുന്നു. അവിടെ നമുക്ക് ഇദ്ദേഹം തന്നെ നമുക്കൊരു ഗണപതി ഒരുക്കമൊക്കെ ആക്കി തന്ന് പിന്നീടാണ് നമ്മുടെ അടുപ്പിലേക്കൊക്കെ ദീപം തെളിയിക്കുന്നത്. വീടിനുള്ളിലേക്ക് നമ്മൾ വിളക്കുമായി കയറിയല്ലോ. അപ്പോൾ ആ വിളക്കിൽ നിന്നാണ് നമ്മൾ അടുപ്പിലേക്ക് ദീപം പകരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ചടങ്ങെന്ന് പറഞ്ഞാൽ അടുപ്പിലേക്ക് ദീപം പകരുകയാണ്. അതിന് ചൂട്ട്, കൊതുമ്പ്, പ്ലാവിൻ വിറക്, ഇത് മാത്രമേ നമ്മൾ അടുപ്പിലേക്ക് ഉപയോഗിക്കുകയുള്ളൂ. ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഒക്കെ ആയിട്ട് നമ്മൾ ആ ചടങ്ങിലേക്ക് കടന്നു. അടുപ്പിലേക്ക് തീ പകർന്നു. തീ നല്ലതുപോലെ ആളി കത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ പാലും കലവും വയ്ക്കുകയുള്ളൂ. അത് കഴിഞ്ഞ് പാല് തിളച്ച് തൂകുന്നതിനുള്ള സമയമാണിനി. ആ ഒരു നിമിഷം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും ജീവിതത്തിൽ ഭയങ്കര സന്തോഷവും എന്താ പറയുക, ഈശ്വരനോടുള്ള നന്ദിയും ഒക്കെ പറഞ്ഞ് ആ പാല് തിളച്ച് തൂകുന്ന ആ ഒരു ഭയങ്കര മനോഹരമായ ഒരു മുഹൂർത്തം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്തതും നമ്മൾ ആഗ്രഹിച്ചിരുന്ന നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു നിമിഷമാണത്. പിന്നീട് നമ്മൾ കുറച്ച് പാൽപ്പായസത്തിന് വേണ്ടിയുള്ള അരിയാണ് അത് ഒരു 3 കൈ അരി നമ്മൾ ഈശ്വരനെ ധ്യാനിച്ച് ഇടുകയാണ്. പാൽപ്പായസമായിട്ട് എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്യുകയാണ്. പാല് തന്നെ എടുത്ത് എല്ലായിടത്തും കൊടുക്കുന്നതുണ്ട്. പിന്നെ നമ്മൾ വിചാരിച്ചത് പാൽപ്പായസമായിട്ട് തന്നെ കൊടുക്കാമെന്ന്. അങ്ങനെയാണ് പാൽപ്പായസത്തിന് വേണ്ടുന്ന അരിയും പഞ്ചസാരയും ഒക്കെ ഇട്ടു. അങ്ങനെ അത് പാൽപ്പായസമാകുന്ന ആ നിമിഷം അത് കഴിഞ്ഞു. അത് കഴിയുമ്പോഴത്തേക്കാണ് നമുക്ക് പറയിടുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. അപ്പോൾ നാഴി, ചങ്ങഴി, പറ വെച്ചിട്ട് നെല്ലൊക്കെ നിറച്ച് നമ്മൾ പറയിടുന്ന ഒരു ചടങ്ങായിരുന്നു അടുത്തത്. പറയിടൽ ചടങ്ങിൽ ആദ്യം ചേട്ടനാണ് എല്ലാം ഇത് നിറച്ചു. അത് കഴിഞ്ഞ് ഞാൻ, പിന്നീട് എല്ലാവരും 3 കൈ വീതം പറയിലേക്ക് നെല്ല് പകർന്നിട്ടുണ്ട്. അത് ആദ്യം ചേട്ടൻ, പിന്നെ ഞാൻ, പിന്നെ മോള്.
ഇത് ഗണപതി ഹോമം നടത്തിയ റൂമാണ്. ഇതാണ് നമ്മുടെ നാരായണീയം വായിച്ച നാരായണീയം ഗ്രൂപ്പ്, ശ്രീ പത്മനാഭ നാരായണീയം തൃക്കോവിൽ. അവരാണ്, ഇത്രയും ആൾക്കാരാണ് നമുക്ക് വേണ്ടി വന്ന് നാരായണീയം വായിക്കുകയും മറ്റും ചെയ്തത്. ഇതാണ് നമ്മുടെ വീട്. കാർ പോർച്ച്, ഒരു സിറ്റ് ഔട്ട്. നമ്മുടെ വീടിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ശ്രീനിലയം എന്നാണ്. ഇതാണ് നമ്മുടെ വീടിൻ്റെ മെയിൻ ഡോറ്. മെയിൻ ഡോർ കഴിഞ്ഞ് ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ലിവിങ് ഏരിയ ഉണ്ട്. ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന TV കൺസോള്. നമ്മൾ സ്റ്റെയർ കേസിൻ്റെ അടുത്തായിട്ടാണ് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തേക്കുന്നത്. അതിനോട് ചേർന്ന് വാഷിംഗ് ഏരിയയുമുണ്ട്. അതിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു ഷോക്കേസ് സെറ്റ് ചെയ്തേക്കുന്നു. അതിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ മെയിൻ ബെഡ്റൂം സെറ്റ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ലിവിങ് ഏരിയയിൽ നമ്മൾ ഒരു ഷോക്കേസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനോട് ചേർന്നാണ് രണ്ടാമത്തെ ബെഡ്റൂം ഉള്ളത്. നമ്മൾ കിച്ചൺ ചെയ്തേക്കുന്നത് ഓപ്പൺ കിച്ചൺ കോൺസെപ്റ്റിലാണ് ചെയ്തിരിക്കുന്നത്. കിച്ചണിലേക്കുള്ള എൻട്രൻസിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ പോലെ ചെറിയൊരു രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മോഡുലാർ കിച്ചണാണ് ചെയ്തേക്കുന്നത്. അത് ഇലക്ട്രിക് ചിമ്മിനി ഒക്കെ ആയിട്ട് ചെയ്തേക്കുന്നത്. അതിനോട് തൊട്ടപ്പുറത്തായിട്ട് ഫയർ കിച്ചണും ഉണ്ട്. കിച്ചൺ ഇൻറ്റീരിയർ വർക്ക്സ് ഫുൾ ചെയ്തിരിക്കുന്നത് PVCയും അലുമിനിയം മെറ്റീരിയൽ ചേർന്നാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റെയർ കേസിൻ്റെ ഹാൻഡ് റെയിൽ ചെയ്തിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടാണ്. ഇത് മുകളിലത്തെ നിലയിൽ ബാൽക്കണിയാണ്. അതുപോലെ തന്നെ ഒരു ലിവിങ് സ്പേസും ഉണ്ട് നമുക്ക് മുകളിൽ. ഇവിടെ ഒരു കോർട്ട്യാർഡായിരുന്നു. ഇപ്പോൾ പക്ഷേ ഞങ്ങൾ റൂഫൊക്കെ ഇട്ട് നമുക്ക് തുണിയൊക്കെ വിരിക്കാനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ലിവിങ് സ്പേസിനോട് ചേർന്ന് തന്നെ നമുക്ക് മുകളിലത്തെ ബെഡ്റൂമാണുള്ളത്. അറ്റാച്ച്ഡ് വാഷ്റൂമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ പുതിയ വീടിൻ്റെ വിശേഷങ്ങൾ.